ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ ഒരുപാട് നാളായി ഗുരുവായൂർ പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടായിട്ടാണ്. അങ്ങനെ ഞാനും അനുവാട്ടനും കുഞ്ഞിയും കൂടി ഗുരുവായൂർ പോകാൻ വേണ്ടി റെഡിയായി. ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. ലോക്കൽ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോകാൻ വേണ്ടിയിട്ട്. അനുവാടിന് ലീവ് കിട്ടിയതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അനുവാട്ട ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഒരുപാട് സമയമുണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. 6:45 ട്രെയിൻ. പരശുറാം എക്സ്പ്രസ് ആണ്. അപ്പോൾ മോന് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളിങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. സീറ്റ് കിട്ടില്ലെന്നാണ് വിചാരിച്ചത്. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കയറിയത്. പക്ഷേ വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിച്ചത്. ഒരുപാട് വൈകിയിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ KSRTC ബസ്സിൽ ഗുരുവായൂരേക്ക് ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. കുറച്ച് സമയം അമ്പലത്തിൻ്റെ പുറത്തേക്കൂടി നടന്ന് ഞങ്ങൾ റൂം നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ റൂമൊക്കെ കിട്ടി. റൂം ക്ലീൻ ആക്കുന്നത് കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. റൂം കിട്ടി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള സൺറൈസ് റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നല്ല റൂമായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നന്ദിനി റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല ഫുഡായിരുന്നു. ഒരുപാട് കറികളും പായസമൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മോനെ തുലാഭാരം തൂക്കാനുണ്ടായിരുന്നു. രാവിലെ തുലാഭാരം തൂക്കാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴേക്കും തിരക്ക് കുറവായതുകൊണ്ട് പുറത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ തുലാഭാരം തൂക്കുന്ന സ്ഥലത്ത് തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് തന്നെ തുലാഭാരം തൂക്കി. അങ്ങനെ കുറച്ച് സമയം അമ്പലത്തിലൂടെ നടന്ന് രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. മസാല ദോശയാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നു. കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ട്രെയിനിന് വന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.